നമ്മൾ ഇനി പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് നഗരഹൃദയത്തിൽ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള സെന്റ് പാട്രിക്സ് പള്ളിക്ക് പിന്നിലെ മതബോധന ഓഫീസിൽ വൻ തീപിടുത്തം. ശനിയാഴ്ച പുലർച്ചെ ഏകദേശം 4:45 തീപിടുത്തം ഉണ്ടായത്. കെട്ടിടം പൂർണ്ണമായും കത്തിനശിച്ചു. കെട്ടിടത്തിന് സമീപം പാർക്ക് ചെയ്തിരുന്ന പള്ളി വികാരിയുടെ കാറിനും ഭാഗികമായി തീപിടിച്ചു. CCTV ദൃശ്യങ്ങളിൽ ഒരാൾ കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നത് വ്യക്തമാണ്. പള്ളിയുടെ കെട്ടിടത്തിനും കാറിനും ആരോ തീയിട്ടുവെന്നാണ് പ്രാഥമിക നിഗമനം. ആന്റണി നോക്കി ഇവിടെ ഒരു ഫാദറുണ്ട്, വികാരിയായിട്ട് ഫാദർ ആന്റണി പാലേത്ര. അദ്ദേഹം രാവിലെ ഒരു 4:50-5 മണിയായപ്പോൾ ഒരു ഫോൺ കോൾ ഇവിടെ തീ കണ്ടിട്ട് മറ്റുള്ളവർ വിളിച്ച് പറയുകയാണ് ചെയ്തത്. പിന്നീട് ഫയർഫോഴ്സ് വന്ന്, പോലീസുകാർ വന്ന് തീ അണച്ചു. പിന്നീട് CCTV നോക്കി കഴിഞ്ഞപ്പോൾ ചെറിയൊരു ദുരൂഹത പോലെ കാണുന്നുണ്ട്. ഒരാൾ അതിലൂടെ ആ ടൈമിൽ തന്നെ മൂവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ CCTV ഫുട്ടേജ് പോലീസ് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരിശോധനയ്ക്ക് ശേഷം അവർ ഇപ്പോൾ പോലീസ് ഡോഗ് സ്ക്വാഡിനെ അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പരിശോധനകൾക്കെല്ലാം ശേഷമാണ് നമുക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്കൊന്നും കത്ത് ചാച്ചത് പള്ളിയുടെ ഓഫീസെന്ന് പറയാം, പഴയ ഓഫീസ്, പള്ളി മേടാന്നാണ് നമ്മൾ വിളിക്കാറ്. അവിടെ കാറ്റഗിസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫയൽസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു സ്റ്റോർ റൂം പോലെ നമ്മുടെ രൂപങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു മുറി ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ, അതായത് വികാരി അച്ഛൻ്റെ കാറ് അതിന് തൊട്ട് മുമ്പിൽ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം കാറും അതിനുശേഷം ഈ ഓഫീസിൻ്റെ 2 മുറികളുമാണ് കത്തിച്ചിട്ടുള്ളത്. സംഭവത്തിൽ ചെമ്മങ്ങാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇത് ഒരു രാത്രി 4 മണിക്ക് നടന്ന സംഭവമാണ്. നമുക്ക് കുറച്ച് CCTV ദൃശ്യങ്ങൾ കിട്ടിയിട്ടുള്ളതാണ്. ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കാൻ കുറച്ച് എവിഡൻസുകൾ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അന്വേഷിച്ചിട്ട് അറിയാൻ പറ്റും ആരാണ് പ്രതി, എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. MS അനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അനീഷ്, മതബോധന ക്ലാസ് നടക്കുന്ന കെട്ടിടവും കാറുമായിരുന്നു ലക്ഷ്യം. അവിടവുമായി പരിചിതമുള്ള ഒരു വ്യക്തിയായിരിക്കാം ഇതിന് പിന്നിലെന്ന സംശയമാണോ? CCTV